മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോമിൻ്റെ ആത്മീയ ശുശ്രൂഷകൾ നിങ്ങളുടെ പക്കൽ എത്തുന്നതിൽ തീർച്ചയായും ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ്. തലശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ ഈ മദർ ഹോമിൽ നിന്നും ലോകത്തെമ്പാടുമുള്ള എല്ലാ ആളുകളിലേക്കും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ ദൈവം അയോഗ്യരായി ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ വർഷം വളരെ പ്രഗത്ഭനായ ധ്യാനഗുരുവായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുതുപ്പള്ളി അച്ഛനും കൂടെയും മദർ ഹോമിലെ ശുശ്രൂഷയ്ക്കായി വന്നിട്ടുണ്ട്. അച്ഛൻ വളരെയധികം ധ്യാനങ്ങൾ കൊടുക്കുകയും വ്യക്തിപരമായി ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്ന അച്ഛനാണ്. അച്ഛൻ്റെ വചനങ്ങളും അച്ഛൻ്റെ ശുശ്രൂഷകളും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കൂടെ വലിയ അനുഗ്രഹപ്രദമാകും. ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ പ്രസംഗവും ശുശ്രൂഷയും കാണാനും കേൾക്കാനും നിങ്ങളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാളിന് നമ്മൾ ഒരുങ്ങുന്ന ദിനങ്ങളാണിത്. നമ്മുടെ സ്വന്തം അമ്മയുടെ ജന്മദിനത്തിന് നമ്മൾ ഒരുങ്ങുന്ന ദിനങ്ങൾ. ഏവർക്കും സ്നേഹത്തോടെ അമ്മയുടെ പിറവിത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ മുൻപേ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ പ്രായമായ ഒരു അപ്പച്ചനും അമ്മച്ചിയാണുള്ളത്. ഈ അപ്പച്ചനും അമ്മച്ചിയുടെ മക്കളൊക്കെ വിദേശത്താണ്. വലിയൊരു വീട് പണിതിട്ടുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ അപ്പച്ചനും അമ്മച്ചിയും വളരെയേറെ അസ്വസ്ഥരാണ്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യമുണ്ട് അച്ഛാ, ഞങ്ങൾക്ക് എല്ലാ കാര്യമുണ്ട്, പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഒരു സ്വസ്ഥതയില്ല. വല്ല കള്ളന്മാരും വല്ല കയറിയെങ്കിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിലോ ഈ ഒരു വല്ലാത്ത പേടിയാണ് ഇവർക്ക്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെതായ വിവിധ കാര്യങ്ങൾ കൊണ്ട് അസ്വസ്ഥരും പലതരത്തിൽ ഭയചകിതരുമാണ് ഇന്ന് ഒത്തിരിയേറെ പേര്. അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് പലതരത്തിലുള്ള സുഖസൗകര്യങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ളതായ മറ്റ് ആഘോഷങ്ങളും ആർഭാടങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിലൊരു സന്തോഷമില്ല, ഒരു സ്വസ്ഥതയില്ല. ഇത് കണ്ടെത്തുമ്പോൾ ഞാൻ നമ്മുടെ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം തിരിഞ്ഞു നോക്കുകയാണ്. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ
28 വചനത്തിൽ സ്വർഗത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അടുത്ത വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഈ വചനം കേട്ട് അവൾ വളരെയേറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന് അർത്ഥം എന്നവൾ ചിന്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ട് അവൾ വളരെയേറെ അസ്വസ്ഥയായി. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെതായ പലതരത്തിലുള്ള താല്പര്യങ്ങളും മോഹങ്ങളും കൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് അസ്വസ്ഥരാകുമ്പോൾ പരിശുദ്ധ അമ്മ അസ്വസ്ഥയായത് വചനം കൊണ്ടാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ എത്രയേറെ ധ്യാനകേന്ദ്രങ്ങളുണ്ട്, എത്രയേറെ ആത്മീയ ശുശ്രൂഷകളുണ്ട്. അവിടെയും ഇവിടെയായിട്ട് എത്രയേറെ കൺവെൻഷനുകൾ നമുക്കിന്ന് നടക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ദൈവവചനം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ അത് വളരെയേറെ വലിയൊരു അസ്വസ്ഥതയുളവായി. സ്വർഗം പറഞ്ഞ ഈ വചനം പരിശുദ്ധ അമ്മയെ അസ്വസ്ഥതപ്പെടുത്തിയപ്പോൾ സമർപ്പണത്തിൻ്റെ പുതിയ ഒരു വഴി തുറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതങ്ങൾക്ക് ഓരോന്നിനും സമർപ്പണത്തിൻ്റെ ഒരു പുതിയ വഴി തുറന്നുകൊണ്ട് ഈ വചനത്താൽ അസ്വസ്ഥതപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ എന്നേക്കുമായി തൻ്റെ ജീവിതത്തെ മുഴുവൻ തീരെഴുതിക്കൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം അവിടെ കുറിക്കപ്പെടുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇന്ന് ദൈവവചനത്തെ ജീവിതത്തിന് അസ്വസ്ഥതപ്പെടുത്താൻ മാത്രം വിട്ടുകൊടുക്കാനായിട്ട് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കുമ്പോൾ ഇവിടെ ദൈവികമായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. നമുക്കറിയാം, ഇന്ന് എത്രയേറെ അനാഥശാലകൾ ലോകത്തിലുണ്ട്, എത്രയേറെ വൃദ്ധസദനങ്ങൾ ഈ ലോകത്തുണ്ട്, എത്രയേറെ നന്മപ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ ലോകത്ത് അനേകം വ്യക്തികൾ ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? അവരുടെ ജീവിതങ്ങളിൽ ചില വചനങ്ങൾ അവരെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ അവർ നന്മയുടെ പ്രവർത്തകരായിട്ട് രൂപാന്തരപ്പെടാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുകയാണ്. രാജു എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഈ സഹോദരൻ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയതാണ്. പ്രത്യേകിച്ച് ഒരു മകൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികൾ മൂലം ഈ മനുഷ്യൻ ഒരു ധ്യാനം കൂടാനായിട്ട് പോവുകയാണ്. ഈ ധ്യാനത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുകയാണ്. ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് ഇങ്ങനെയൊന്നും പോയാൽ പോരാ എന്നുള്ള ചിന്ത മനസ്സിൽ സൂക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വ്യക്തിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ബിസിനസ്സുകാരനായ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചൊരു വചനം ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വചനം, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. പ്രിയപ്പെട്ടവരെ, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു പാഠം, ഒരു വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ലാതെ സ്പർശിച്ചു. പലപ്പോഴും പങ്കുവയ്ക്കുന്നതിൽ മടിയുണ്ടായിരുന്ന ഈ മനുഷ്യൻ അന്നു മുതൽ തീരുമാനിച്ചു, എനിക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം. ആദ്യത്തെ പടിയായി അദ്ദേഹം ഈ ധ്യാനകേന്ദ്രത്തിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ളതായ പച്ചക്കറികൾ, മറ്റു തരത്തിലായ ധാന്യങ്ങൾ എന്നിവ പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങി. സ്നേഹമുള്ളവരെ, അങ്ങനെ ആരംഭിച്ച ഈ സംരംഭത്തിന് വീണ്ടും വീണ്ടും അഭിവൃദ്ധി ഉണ്ടായപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യമാണ്, വീണ്ടും വിവിധയിടങ്ങളിൽ പല അനാഥശാലകൾക്ക്, മറ്റു തരത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് ഇങ്ങനെ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് അദ്ദേഹം മാറി. സ്നേഹമുള്ളവരെ, പലതരത്തിൽ കഷ്ടതയും ഞെരുക്കവും പലതരത്തിൽ പ്രതിസന്ധികളും ഉണ്ടായിരുന്ന ഈ ബിസിനസ് മേഖല നാളുകൾ കൊണ്ട് വർദ്ധിച്ചു, പുതിയ ശാഖകൾ തുറന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഒരു ദൈവവചനം അസ്വസ്ഥപ്പെടുത്താൻ വിട്ടുകൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വളർച്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറമാണ്. ഇന്ന് അദ്ദേഹം പറയാണ്, ദൈവത്തിനിപ്പോൾ എന്നോട് കടപ്പാടുണ്ട്. കാരണം ഞാൻ ദൈവിക കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു, ഞാൻ ദൈവിക കാര്യങ്ങൾ ആത്മാർത്ഥത്തോടെ ചെയ്യുന്നു. കർത്താവ് ഇന്ന് എന്നോട് കടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ്റെ ഈ പങ്കുവയ്പ്പോൾ കേട്ടപ്പോൾ അനേകരിൽ ഈ വചനം സ്പർശിച്ചു. പ്രിയപ്പെട്ടവരെ, അവരും ചിന്തിച്ചു, എനിക്കും ഇനി പങ്കുവയ്ക്കണം, എനിക്കും ഇനി ദശാംശം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവവചനത്തെ ജീവിതത്തിന് അസ്വസ്ഥപ്പെടുത്താനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായ അനേക വ്യക്തിത്വങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വചനം, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. ഈ ഒരു വചനം
ഇത് കേട്ട ഒരു യുവതിയുടെ ജീവിതത്തെ ഇത് അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു വലിയ വിശുദ്ധ കേരളത്തിൽ നിന്ന് രൂപപ്പെട്ടു. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം അന്നക്കുട്ടി എന്ന് പറയുന്നതായ പെൺകുട്ടിയുടെ ജീവിതത്തെ അവൾ ഒരു സന്യാസ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ ഒരു വചനം അവളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ, സഹനങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും ജീവിതത്തെ വേട്ടയാടിയപ്പോൾ അവൾ തളർന്നില്ല. മറിച്ച് ഞാനാകുന്ന ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാലേ ഇത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത. രോഗങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും ഉണ്ടായപ്പോൾ അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ദൈവത്തെ വല്ലാതെ സ്നേഹിച്ച ഈ ഒരു അൽഫോൻസാമയുടെ ജീവിതത്തിൻ്റെ വലിയ ചൈതന്യം നമുക്കറിയാം. ഇന്ന് ഭാരതത്തിൽ നിന്ന് നമ്മളേറെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു വലിയ വിശുദ്ധയാണ്. അനേകർ ഇന്ന് ഭരണങ്ങാനത്തേക്ക് ഈ തീർത്ഥാടന യാത്ര നടത്തുമ്പോൾ സ്നേഹമുള്ളവർ അൽഫോൻസാമയുടെ ഈ ഒരു ചൈതന്യം ഏറ്റുവാങ്ങുകയാണ്. അന്ന് രോഗങ്ങളോട് മല്ലടിച്ചും പലതരത്തിൽ അസ്വസ്ഥപ്പെട്ടും നടന്നിരുന്ന അൽഫോൻസാമ ഈ സഹനത്തിൻ്റെ പുത്രി, പ്രിയപ്പെട്ടവർ, ഇന്ന് അനേകർക്ക് സൗഖ്യം കൊടുത്തുന്ന വ്യക്തിയായിട്ട് മാറി. സ്നേഹമുള്ളവർ ഓർക്കണം, ഒരൊറ്റ വചനത്തിന് ജീവിതത്തെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായ അൽഫോൻസാമയുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ജീവിതത്തെ വിട്ടുകൊടുക്കാൻ മാത്രമൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് സത്യമാണ്. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു വചനമുണ്ട്. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടങ്ങളിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, അത്യുന്നതൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ അത്യുന്നതനിൽ ആനന്ദിക്കും. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ സ്വർണവും വെള്ളിയുമായി ഞാൻ കരുതുന്നവ അതിനെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എന്ത് കാര്യത്തെ വെച്ചുകൊണ്ടിരിക്കുന്നോ, ഒരു വ്യക്തിയാകാം, ഒരു വസ്തുവാകാം, സമ്പത്താകാം, മറ്റ് സ്ഥാനമാനങ്ങളാകാം, എൻ്റെ സൗന്ദര്യമാകാം, എൻ്റെ ആരോഗ്യമാകാം, എന്തു ആയിക്കോട്ടെ, ഞാൻ ഈ കാര്യത്തെ ഏറ്റവും പരമപ്രധാനമായിട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തെക്കാൾ ഉപരി ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ്. ഇവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ദൈവം പ്രവർത്തിക്കാൻ ഞാൻ അത്യുന്നതനിൽ ആനന്ദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതനിൽ ഞാൻ ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ അത്യുന്നതൻ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അതാണ് 37-ാം സങ്കീർത്തനത്തിൻ്റെ 4-5 വചനങ്ങൾ നമ്മൾ വായിക്കുക. കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ മറ്റു പല കാര്യങ്ങളിലും കൊച്ചു കൊച്ചു സുഖങ്ങളിലും സന്തോഷങ്ങളിലും ആസ്വദിക്കാനുള്ളതായിരിക്കും ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്നാൽ ആ മനസ്സ് യഥാർത്ഥത്തിൽ ഒരു ദൈവിക സാന്നിധ്യമുള്ള മനസ്സല്ല. കാരണം ആ ഒരു ആനന്ദം, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ചെറിയ സന്തോഷം ഏതാനും നിമിഷങ്ങൾക്ക് മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. എന്നാൽ അത് മാറി എപ്പോഴാണ് കർത്താവിൽ ആനന്ദിക്കാനായിട്ട് തുടങ്ങുന്നത്, അപ്പോൾ എൻ്റെയും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ സഹനങ്ങളുണ്ടായപ്പോൾ അൽഫോൻസാമ ഒരിക്കലും അതൊരു സഹനമായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് അൽഫോൻസാമയുടെ ഈ ആത്മകഥയ്ക്ക് സഹനബലി എന്നല്ല, സ്നേഹബലി അഥവാ അൽഫോൻസ എന്നാണ് പേര്. കാരണം അൽഫോൻസ ചിന്തിച്ച കാര്യം ഇത്രേ ഉള്ളൂ, എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കണം. എത്ര സ്നേഹിച്ചാലും മതിയാകുന്നില്ല, എത്രയേറെ സ്നേഹിച്ചാലും മതി വരുന്നില്ല. ഇങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് അവൾ വളർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16:26 വചനം നമുക്ക് പരിചിതമാണ്. ഈ ഒരു വചനം ഇഗ്നേഷ്യസ് ലയോള പാരീസ് സർവകലാശാലയിലെ വലിയൊരു പ്രൊഫസറിനോട് പല ആവർത്തി ഓർമ്മിപ്പിച്ചു. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്താ പ്രയോജനം? ഇഗ്നേഷ്യസ് ലയോളയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഈ പാരീസ് സർവകലാശാലയിലെ ഈ വലിയ പ്രൊഫസറിന് ഇതൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ചു. കാരണം എൻ്റെ ഇന്നത്തെ പൊസിഷൻ, എൻ്റെ ഇന്നത്തെ സമ്പത്ത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആദ്യം ചിന്തിച്ചിരുന്ന ഫ്രാൻസിസ് സേവ്യർ എന്ന ആ വ്യക്തിക്ക് ഉള്ളിൽ സാവധാനം ഇതൊരു അസ്വസ്ഥതയായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ചിന്തിച്ചു, ശരിയാണല്ലോ, ഞാൻ ഈ ലോകം മുഴുവൻ നേടിയാലും എനിക്ക് എത്രയേറെ പ്രശസ്തി പേരുണ്ടായാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എനിക്കെന്താ പ്രയോജനം? സ്നേഹമുള്ളവരെ, പിന്നീട് നമുക്കറിയാം ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി തുടങ്ങി, വലിയ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഈ വചനം അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു വൈദികനായി വിവിധ ഇടങ്ങളിലേക്ക് തീക്ഷ്ണതയോടെ ദൈവവചനം ആത്മാവിൽ പേറിക്കൊണ്ട് ഈ വിശുദ്ധൻ യാത്ര ചെയ്തു. സ്നേഹമുള്ളവരെ, നമുക്കറിയാം
അറിയപ്പെടുന്ന വിശുദ്ധനായിട്ട് ഇദ്ദേഹം മാറിയപ്പോൾ ഭാരതത്തിലും എന്നല്ല വിവിധ ഇടങ്ങളിൽ പോയി ദൈവവചനത്തെ പങ്കുവെച്ച ആത്മാക്കളെ നേടുന്ന തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വ്യക്തി മാറി. അതുകൊണ്ട് സഹനങ്ങളുണ്ടാകുമ്പോൾ ഫ്രാൻസിസ് പറയും, പോരാ കർത്താവേ പോരാ, എനിക്ക് ഇനി സഹനങ്ങൾ വേണം. ആനന്ദ ഉള്ളിലുണ്ടാകുമ്പോൾ അദ്ദേഹം പറയും, മതി കർത്താവേ മതി. സ്നേഹമുള്ളവർ ചിന്തിച്ചു നോക്കിയേ, ഒരു വലിയ പ്രൊഫസറിന് ഇതുപോലെ സഹനങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോൾ പോരാ കർത്താവേ പോരാ എന്ന് പറയാൻ, സന്തോഷം ഉണ്ടാകുമ്പോൾ മതി കർത്താവേ മതി എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതം കരുപ്പിടിപ്പിക്കപ്പെട്ടത് സ്നേഹമുള്ളവർ ഈ ഒറ്റ വചനത്താലാണ്. ഇതുപോലെ ദൈവവചനത്തിന് ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ തിരുമനസ്സായ ഒരുപാട് വിശുദ്ധരായ വ്യക്തികളുടെ ജീവിത തീക്ഷ്ണത കൊണ്ട് ശക്തി പ്രാപിച്ചതാണ് നമ്മുടെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ചിന്തിക്കണം, ഒരുപാട് ധ്യാനകേന്ദ്രങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ നമുക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനത്താൽ അസ്വസ്ഥപ്പെടാൻ മാത്രം ജീവിതത്തെ എത്ര പേര് വിട്ടുകൊടുക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിലയിരുത്തി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കൗൺസിലറുടെ അടുത്ത് അടുത്ത കൗൺസിലറുടെ അടുത്തേക്ക് ഓടുകയാണെന്ന്, ഒരു ധ്യാനകേന്ദ്രത്തിൽ നിന്ന് അടുത്ത ധ്യാനകേന്ദ്രത്തിലേക്ക്, ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്. പക്ഷേ എവിടെയും സമാധാനം കണ്ടെത്തുന്നില്ല, എവിടെയും സ്വസ്ഥത കണ്ടെത്തുന്നില്ല. കാരണം എന്താണ്? യഥാർത്ഥ ആത്മീയത എന്താണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളാരും കണ്ടെത്തിയിട്ടില്ല. യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, കഷ്ടതകളോ ഞെരുക്കങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ആയിക്കോട്ടെ, അതിനെ അതിജീവിക്കാൻ മാത്രം എൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ദൈവവചനത്തിന് ഞാൻ വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ പരുവപ്പെടാൻ മാത്രം എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുകൊടുക്കാൻ മാത്രമേ ഞാൻ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് മാറുകയുള്ളൂ. ക്രിസ്തു പഠിപ്പിച്ച ഒരു സാക്ഷ്യത, ക്രിസ്തു പഠിപ്പിച്ച ഒരു ജീവിത രീതി അതാ. ഇതിൽ നിന്ന് മാറിയ ഒരു ക്രൈസ്തവ ജീവിതം വിലയും നിലയുള്ള ഒരു ജീവിതമല്ല. മറിച്ച് ഞാൻ എൻ്റെ സാമൂഹികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തോട് പൊരുത്തപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു കിട്ടണം, എൻ്റെ രോഗമൊന്ന് മാറിക്കിട്ടണം, എൻ്റെ സഹനങ്ങൾ കഷ്ടതകളൊന്ന് മാറിക്കിട്ടണം, എൻ്റെ സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികളൊന്ന് മാറിക്കിട്ടണം, ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഓടി നടക്കുക. പ്രിയപ്പെട്ടവർ, ഇത് പ്രയോജനകരമായ ഒരു ജീവിതമല്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഞാനും നിങ്ങളും എനിക്ക് ഈ വചനത്താൽ ഒന്ന് അസ്വസ്ഥപ്പെടാൻ മാത്രം കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഇരുന്നു കൊടുക്കാൻ പറ്റണം. പരിശുദ്ധ അമ്മയ്ക്ക് പറ്റിയതാണ്. നസറത്തിലെ ആ കൊച്ചു ഭവനത്തിൽ നിശബ്ദതയുടെ ഇടം എന്ന് പറയുന്നിടത്ത് അവൾ ശാന്തയായിരുന്നു. ദൈവവചനത്തിന് സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ വചനം അവളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തി. അത് വലിയ രക്ഷയ്ക്ക് വഴി തുറന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് രക്ഷയ്ക്ക് വഴി തുറക്കുന്ന വചനം ഇല്ലെങ്കിൽ പ്രയോജനമില്ല. ഞാൻ വെറുതെ മറ്റുള്ളവർക്ക് മുമ്പിൽ കണ്ണിൽ പൊടിയിടുന്ന ഒരു ജീവിതമായിട്ട് മാറും. അത് പോരാ. എൻ്റെ ജീവിതം ദൈവവചനത്താൽ അസ്വസ്ഥപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകം 66:2 വചനത്തിൽ നമ്മൾ വായിക്കുക, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന് മുമ്പിൽ ശാന്തമായൊരു മനസ്സോടുകൂടെ കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നിമിഷം എൻ്റെ ജീവിതം മുഴുവനെയും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ഈശോയെ, ഒരുപാട് തരത്തിലുള്ള ലോക അസ്വസ്ഥതകൾ ഇന്നെൻ്റെ മനസ്സിലുണ്ട്. പലതിനു വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങൾ, പലതും ലഭിക്കണം എന്നുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് കർത്താവെ. എന്നാൽ പലപ്പോഴും അങ്ങയുടെ വചനത്തോട് പ്രതിബദ്ധത പുലർത്താൻ എനിക്ക് സാധിക്കാതെ വരുന്നു. ഈശോയെ, അങ്ങേ എനിക്ക് ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ സാധിക്കാതെ വരുന്നു. വിശുദ്ധരും രക്തസാക്ഷികളുമൊക്കെ അങ്ങേ ഹൃദയം തുറന്ന് സ്നേഹിച്ചത് അവരുടെ ജീവിതത്തിൽ അങ്ങേ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ദൈവവചനത്തിന് അനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ അവർ സമർപ്പിച്ചതുകൊണ്ടാണ്. ദൈവമേ, ഇതിനുള്ളൊരു തീക്ഷ്ണത എനിക്കിന്നില്ലാതെ പോകുന്നു. ലോകമോഹങ്ങളോട് അനുരൂപപ്പെട്ട് ഒരു ജീവിതം നയിക്കാൻ ഞാനിന്ന് തയ്യാറാകുന്നു. കർത്താവ് യേശുവേ, ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ലോകമോഹങ്ങൾ, എൻ്റെ ജീവിതത്തെ പലപ്പോഴും തിന്മയ്ക്ക് അടിമപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകൾ, ഇവയിൽ നിന്ന് ഞാൻ മോചനം പ്രാപിക്കണം. എനിക്ക് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും അത്ഭുതകരമായ ദൈവിക ശക്തി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവിക ശക്തി വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമോഹങ്ങളിൽ നിന്നും അതിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് വിടുതൽ ലഭിക്കട്ടെ. ദൈവവചനത്തെ സ്വീകരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇവരുടെ ജീവിതത്തെ അന്ധകാരമാക്കിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അശുദ്ധിയിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകരിലേക്ക് ഇപ്പോൾ ദൈവിക ശക്തി നിറയട്ടെ, വചനത്തിന് ശക്തി നിറയട്ടെ, വചനത്തിന്റെ അഭിഷേകത്താൽ സൗഖ്യം വ്യാപരിക്കട്ടെ, വചനത്തിന്റെ അഭിഷേകത്താൽ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കപ്പെടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന ലേവ്യരുടെ പുസ്തകം 26:11 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. കർത്താവായ ദൈവമേ, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുമെന്ന്, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങളോട് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ദിവ്യകാരുണ്യമായി കടന്നു വന്നിരിക്കുന്ന പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയിൽ പരിപൂർണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ ഇതാ ഇപ്പോൾ വിശ്വാസത്തോടെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അയോഗ്യരും ബലഹീനരുമാണ് കർത്താവെ, എങ്കിലും അങ്ങയുടെ വലിയ കരുണയാലാണല്ലോ ജീവിക്കുന്നവനായ അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കർത്താവെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി ആഗ്രഹത്തോടെ അങ്ങ് സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നീ വിളിക്കുന്ന നിമിഷങ്ങളിൽ ആ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവം നിന്റെ ജീവിതങ്ങളെ സ്പർശിക്കും, നിന്റെ കുടുംബത്തെ സ്പർശിക്കും, നിന്റെ ശരീരത്തെ സ്പർശിച്ച് സൗഖ്യം നൽകും. വിശ്വസിക്കുക, വിശ്വസിക്കുക, ബോധ്യത്തോടെ വിളിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഓ എൻ്റെ ദൈവമേ, എന്നെ ശക്തിപ്പെടുന്നവനെ, എൻ്റെ പാപങ്ങൾ വലുതാണെങ്കിലും എന്നെ ഉപേക്ഷിക്കാതെ എൻ്റെ പാപത്തിന്റെ കട നീക്കി എന്നെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, എന്നെ ഈ ശരീരം കൊണ്ട് പലതരത്തിലുള്ള പാപത്തിന് അടിമപ്പെട്ടിട്ടും വീണ്ടും അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുമ്പോൾ എന്നിലേക്ക് കടന്നു വരുന്ന പൊന്നു തമ്പുരാനെ, അങ്ങയെ സ്നേഹിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും വിശ്വസിച്ച് ശ്വസിക്കട്ടെ, എല്ലാവരും വിശ്വാസത്തോടെ ആരാധിക്കട്ടെ. കർത്താവ് നിന്നെ സ്പർശിക്കുന്നുണ്ട്, കർത്താവിനെ പറ്റി അനേകർക്ക് സൗഖ്യം പകരുന്നുണ്ട്, കർത്താവ് അനേകരിലേക്ക് ആത്മാവിന് ശക്തി പകരുന്നുണ്ട്. വിശ്വസിക്കുക, വിശ്വസിച്ച് ശ്വസിക്കുക. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളും സങ്കടങ്ങളും മുഴുവൻ ഞാൻ ഈ നിമിഷം ചേർത്ത് വയ്ക്കുക. കർത്താവേ, എനിക്ക് മറ്റാരോടും എൻ്റെ നൊമ്പരങ്ങൾ പറയാനില്ല, എനിക്ക് മറ്റാരോടും എൻ്റെ അവസ്ഥകൾ പറയാനില്ല. യേശുവേ യേശുവേ, എന്നെ നീ സ്പർശിക്കണമേ. ആരോരുമില്ല ഈ മുറിവേറ്റ എൻ്റെ മുറിവാരുണക്കും യേശുനാഥ. ആരോരുമില്ല ഈ മുറിവേറ്റ എൻ്റെ മുറിവാരുണക്കും യേശുനാഥ. അണയാൻ തുടങ്ങും ഈ മൺചിരാതിൻ്റെ അരികിലായി അണയും
സിരാതിൻ്റെ അരികിലായണയും യേശുനാഥ. എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും കർത്താവിലേക്ക് ഒരിക്കൽ കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവേ, എൻ്റെ ഉള്ളിൽ എനിക്ക് കൃപയോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ദൈവമേ. വചനം പാലിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ദൈവമേ. വചനാധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ദൈവമേ. പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ പല പാപങ്ങളും എന്നെ വ്യാമോഹിപ്പിക്കുമ്പോൾ, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, കർത്താവേ, ഞാൻ തളർന്നു പോവുകയാണ്. എൻ്റെ ബലഹീനതകൾ എന്നെ അടിമപ്പെടുത്തുകയാണ്. ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ഈശോയെ, എനിക്ക് ഈ പാപജീവിതത്തെ ഉപേക്ഷിക്കണം. എനിക്കൊരു കൃപയുടെ ജീവിതം നയിക്കണം. എനിക്കൊരു അഭിഷേകം പ്രാപിക്കണം. കർത്താവേ, അങ്ങയുടെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് എൻ്റെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കണം. ഈ നിമിഷങ്ങളിൽ ഞാൻ ഒത്തിരി ദാഹിക്കുന്നു കർത്താവേ. യേശുവേ, ഈ നിമിഷം വചനം അയക്കണമേ. ഈ നിമിഷം വചനം അയക്കണമേ. എൻ്റെ ഉള്ളിലേക്ക് വചനം പ്രവേശിക്കട്ടെ. എൻ്റെ ഉള്ളിലെ വചനം പ്രവേശിച്ച് എന്നെ അസ്വസ്ഥപ്പെടുത്തി ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. ഞാൻ രക്ഷ പ്രാപിക്കട്ടെ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞാൻ വളരട്ടെ. ഒരിക്കൽ കൂടെ ദാഹത്തോടെ രണ്ട് കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് വചനത്താൽ സൗഖ്യപ്പെടാൻ ദാഹിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഈ നിമിഷം തന്നെ കർത്താവ് അനേകരുടെ ഹൃദയങ്ങളിലേക്ക് വചനമയച്ച് സുഖപ്പെടുത്തുകയാണ്. രോഗികൾ സുഖപ്പെടുത്തുകയാണ്. രോഗികൾ സുഖപ്പെടുകയാണ്. പലതരത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ കിടക്കുന്നവർക്ക് ഈ നിമിഷം അത്ഭുതകരമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ദിവ്യകാരുണ്യ ശക്തിയാൽ സംഭവിക്കുകയാണ്. ആത്മാവ് വ്യാപരിക്കുകയാണ്. വിടുതൽ സംഭവിക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ജീവിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത്. കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും കരങ്ങൾ നീട്ടുന്ന ഒരു നിമിഷമാണിത്. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ കൂടെ ഈ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നിൻ്റെ ജീവിതങ്ങളിൽ ഇപ്പോൾ സ്പർശനം തരും. ഈ ആശീർവാദ സമയത്ത് കർത്താവ് അനേകരുടെ ശിരസിൽ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. ജീവിതത്തിലെ രോഗബാധിതമായ ശരീരഭാഗങ്ങൾ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വസിക്കണം, നീ വിശ്വസിക്കണം. ഹൃദയപൂർവ്വം ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി അത്ഭുത കൃപയായി നിൻ്റെ ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക് തുളഞ്ഞു കയറുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ, ബോധ്യത്തോടുകൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. Hallelujah.